ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 4 കാരണങ്ങൾ കൊണ്ടാണ് പലരുടെയും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത്. ആഖിബത്ത് മോശമാകുന്ന 4 കാരണങ്ങൾ അയിമ്മത്ത് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ആ 4 കാര്യങ്ങൾ? ഒന്ന്, ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കാത്തവരുടെ ഈമാൻ ഏറ്റവും ചുരുങ്ങിയത് മരണസമയത്തെങ്കിലും നഷ്ടപ്പെട്ടിരിക്കും. പുതിയ കാലത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? പുതിയ കാലത്ത് സുന്നത്തുകൾ എമ്പാടും ഉണ്ട്, ധാരാളം സുന്നത്തുകളുണ്ട്. മുഹറൊക്കെ തുടങ്ങിയതോടുകൂടി സുന്നത്തുകളുടെ കൂമ്പാരങ്ങൾ തന്നെ ഉണ്ട്. ഹിക്കമിന്റെ ഷറഹിൽ കാണാം, മിൻ അലാമത്തി ഇത്തിബാഇൽ ഹവാ, സ്വന്തം ശരീരം പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്നവന്റെ അടയാളം മതമല്ല, അവരുടെ ഡ്രൈവർ, അവരുടെ ഗൈഡ് സ്വന്തം ശരീരമാണ്. അതിന്റെ അടയാളം എന്താണ്? കസറത്തുൻ നവാഫിലി ബിലാ ഫർളിൻ. അവര് ഫർളുണ്ടാവില്ല, എമ്പാടും സുന്നത്തായിരിക്കും. ആ ഉമ്മമാർ സ്ത്രീകൾക്ക് യാത്ര പോകണമെങ്കിൽ നിർബന്ധമായും ഒരു മഹ്റമായ പുരുഷനുണ്ടാവണം. ഭർത്താവ് അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ സഹോദരൻ, കാണാൻ പറ്റുന്ന പുരുഷൻ യാത്രക്ക് ഒരു ഉമ്മക്ക് നിർബന്ധമാണ്, ഒരു സഹോദരിക്ക് നിർബന്ധമാണ്. ആ നിർബന്ധമില്ലാതെ എല്ലായിടത്തും ഉറൂസുമായും സിയാറത്തുമായും അവർ സുന്നത്തായ ഉംറയിലുമായി യാത്ര ചെയ്യുകയാണ്. കസറത്തുൻ നവാഫിൽ, എത്രയാ സുന്നത്തുകൾ ബിലാ ഫർളിൻ, ഫർള് അവർക്കില്ല. അത് മതം അനുസരിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ അടയാളമാണെന്ന് ഹിക്കമിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അത് നമുക്ക് സംഭവിച്ചുകൂടാ. എത്രയോ പേരുണ്ട് ദൂരെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ അവർ പോകും, ഒരൊറ്റ ഫർള് അവർ നിസ്കരിക്കൂല. സിയാറത്തിനെ കുറിച്ച് മാത്രം ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥത്തിൽ കാണാം, അൽ ജൗഹറുൽ മുനവ്വം ഫീ സിയാറത്തി ഖബറി ശരീഫിൻ നബവിയിൽ മുകറം എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. അതിൽ കാണാം, ആയിരക്കണക്കിന് സുന്നത്ത് ചെയ്താലും ഫർളിന്റെ സ്ഥാനത്തെത്തൂലെന്ന് നമുക്ക് ഓർമ്മ വേണം. ഓൺലൈൻ മജ്‌ലിസുകളിൽ സജീവം, പക്ഷേ ഭർത്താവിനോടുള്ള കടപ്പാടുകളിൽ വീഴ്ച വരുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഗൗരവം കാണിക്കാതിരുന്നാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. നിസ്കരിക്കാലോ, സമയമുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ആലോചന. പിന്നെ ചില ആൾക്കാരുണ്ട്, ഫോണൊക്കെ വിളിച്ചാൽ ഫോൺ എടുത്ത്, ഹലോ, കുറച്ചു നേരം സംസാരിച്ച് ഞാൻ നിസ്കരിച്ചിട്ടില്ല കേട്ടോ, ഫോൺ വെക്കും. അടുത്ത ആൾക്ക് വോയിസ്, ഞാൻ നിസ്കരിച്ചിട്ടില്ല. നീ പറയുന്ന സമയത്ത് നിസ്കരിച്ചുകൂടെ ചങ്ങായിക്ക്? ഇല്ല. എന്തെല്ലോ സുന്നത്തായ കാര്യങ്ങളാ മൂപ്പര് ചെയ്യണത്. ആകയാൽ ഒരു മുഅ്മിനിന്റെയും അവിശ്വാസിയുടെയും ഇടയിലുള്ള ഏറ്റവും പ്രധാന വ്യത്യാസം തന്നെ നിസ്കാരമാണ്. ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഏത് കല്യാണ പരിപാടിയുടെ പേരിലാണെങ്കിലും, ഏത് യൂണിവേഴ്സിറ്റി പരീക്ഷയുടെ പേരിലാണെങ്കിലും ഒരൊറ്റ നിസ്കാരം ഖളാ ആയിക്കൂടാ. നിസ്കാരം ഖളാ ആവുന്നവനെ കുറിച്ച് അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് സയ്യിദുനാ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഒരൊറ്റ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഖളാ ആയിക്കൂടാ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടായിരിക്കും 65 കൊല്ലം നമ്മൾ സൂക്ഷിച്ച ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നത്. അതല്ലേ ഹദീസ് പറയുന്നത്. ഒരാൾ നന്മ ചെയ്ത് അയാളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാണ് അകലം മാത്രമായപ്പോൾ അതാ അയാളിൽ അല്ലാഹുവിൽ കോപമുണ്ടാക്കുന്ന ഒരു തെറ്റു വന്നു. അതോടെ അയാളുടെ ജീവിതം മുഴുവനും ബാത്തിലാവുകയാണ്.
ഒരിക്കലും സംഭവിക്കരുത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, മൻ ഹഫള, ആരെങ്കിലും ജീവിതത്തിൽ മൻ ഹഫള സ്വലവാത്തുൽ ഖംസ്, 5 വക്ത് നിസ്കാരം കൃത്യമായി പുലർത്തുന്നവരാണെങ്കിൽ, ഒരാളെപ്പോഴാ ജീവിതത്തിൽ നിസ്കാരം കൃത്യമാക്കുക എന്ന് പറയുന്നത്? അയാൾ സമയത്തെ ഏറ്റവും മുറ പോലെ പരിഗണിക്കുമ്പോഴാണ്. എപ്പോഴെങ്കിലും നിസ്കരിച്ചുകൂടാ. ഇപ്പൊ ചിലരുടെ വിചാരമുണ്ട്, ഒരു നിസ്കാരം ഖളായി പോയാൽ ആ നിസ്കാരം ഖളാ വീട്ടിയാൽ മതി. പോരാ, ഖളാ വീട്ടിയാൽ മാത്രം പോരാ, അതിന് തൗബ കൂടി ചെയ്യണം. കാരണം അവൻ പറഞ്ഞ സമയത്തല്ലല്ലോ നിസ്കരിച്ചത്, ഹറാമാണ്, വൻദോഷമാണ് അവൻ ചെയ്തത്. തൗബ ചെയ്ത് പൊറുപ്പിക്കൽ നിർബന്ധമാണ്. തൗബ ചെയ്യൽ നിർബന്ധമാണ്. പുറത്തു ചേർത്ത് അള്ളാഹുവിന്റെ ഭാഗത്തുള്ളതാണ്. ആരെങ്കിലും ജീവിതത്തിൽ നിസ്കാരത്തെ സമയത്ത് നിർവഹിച്ചാൽ, അങ്ങനെ കൃത്യമായി നിസ്കരിക്കുന്ന ശീലം അയാളിൽ ഉണ്ടെങ്കിൽ, ചിലരെ നമുക്കത് കാണാം. എത്ര ഷോപ്പിൽ തിരക്കാണെങ്കിലും വീട്ടിൽ അടുക്കള പണിയുണ്ടെങ്കിലും സമയമായാൽ വേറെ വർത്താനമില്ല, അവര് വേഗം നിസ്കാരത്തിൽ കിടക്കുകയാണ്. അജണ്ട പൂർത്തിയായില്ലെങ്കിലും മീറ്റിംഗ് ഹോൾഡ് ചെയ്യുന്നു, നിസ്കരിക്കുന്നു. കണ്ടോ? ആ നിസ്കാരത്തെ അവർ ബഹുമാനിക്കുകയാണ്. എങ്കിൽ 9 ആദരവ് അയാൾക്ക് അല്ലാഹു നൽകുന്നതാണ്. 1, അയാളെ അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന് അയാളോട് വല്ലാത്ത തൃപ്തിയായിരിക്കും. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടലാണ് അക്ബർ, ഏറ്റവും വലിയ പോസ്റ്റ്. ലോകത്ത് അല്ലാഹ് നമ്മളെ തൃപ്തിപ്പെട്ടാൽ പിന്നെ ആര് നമ്മളോട് ദേഷ്യം പിടിച്ചാലും കുഴപ്പമില്ലല്ലോ. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടാനുള്ള ഒരു വഴിയാണ് അവ്വൽ വക്തിൽ കൃത്യമായി നിസ്കരിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, ന്യൂനതയില്ലാത്ത ശരീരമായിരിക്കും അയാളുടേത്. മാരക രോഗങ്ങളില്ല, അപകടങ്ങളില്ല, ആൾക്കാർക്ക് കണ്ടാൽ വെറുപ്പുള്ള ഒരു ന്യൂനതയും അയാളുടെ ശരീരത്തിന് അല്ലാഹു നൽകുന്നില്ല. 3, അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എപ്പോഴും അയാളുടെ ചുറ്റുവട്ടത്ത് മലക്കുകൾ ഉണ്ടാകും. 4, അയാളുടെ വീട്ടിൽ വല്ലാത്ത ബർക്കത്തായിരിക്കും. അയാളുടെ ജീവിതത്തിന് വല്ലാത്ത ബർക്കത്തായിരിക്കും. ഇപ്പൊ ചിലര് എന്താന്ന് അറിയില്ല ഉസ്താദേ, കയ്യിൽ ഓട്ടയാറ്റുണ്ടാകുമ്പോ ശമ്പളം കിട്ടുന്നു തീരുന്നു എന്നെല്ലാം പറയുന്ന ആൾക്കാർ, അതിന് കൃത്യമായിട്ട് നിസ്കരിച്ചാൽ മതി. അസ്മാന്റെ അടുത്ത് പോകുകയല്ല ഉണ്ട്, കൃത്യമായി നിസ്കരിക്കുക. ഇപ്പൊ ചിലർക്ക് സ്വന്തമായിട്ട് അങ്ങനെ കുറെ തോന്നലുകൾ ഉണ്ടാവും. ഷാർജയില് എന്റെ മോന്റെ കട തീ പിടിച്ചു. പിന്നെ ഇവിടുന്ന് 2 പേരക്കുട്ടികൾ പേരക്ക മരത്തുമെന്ന് വീണിട്ട് 2 കൈ പൊട്ടി. പിന്നെ ഉസ്താദെ, എനിക്കാണെങ്കിൽ ഏടെടുക്കുമ്പോ കിതാബ് എടുക്കുമ്പോ ഖുർആൻ ഓതുമ്പോ ഉറക്കം വരുന്നു. എന്നിട്ട് ഇപ്പൊ എന്താ പ്രശ്നം? എന്താ? കണ്ണേറാറ്റാണെന്നൊരു സംശയമുണ്ട്. മൂക്കേറാന്ന്, കണ്ണേറല്ല മൂക്കേറ്. നമുക്ക് തന്നെ അങ്ങനെ കുറെ തോന്നലുകളാണ്. അവ്വല് വക്തിൽ നിസ്കരിച്ചാൽ മതി മനുഷ്യനെ. ബറക്കത്ത് അല്ലാഹു ധാരാളമായി നൽകും. 5, അയാളുടെ മുഖത്ത് സ്വാലിഹീങ്ങളുടെ അടയാളം ഉണ്ടാകും. അയാളെ കണ്ടാൽ തന്നെ ആൾക്കാർക്ക് നന്നാവണമെന്ന് തോന്നും. കൃത്യമായിട്ട് നിസ്കരിച്ചാൽ മതി. അടുത്തത്, അയാളുടെ ഖൽബ് സോഫ്റ്റ് ആയിരിക്കും. അതിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാര് പറയുന്നുണ്ട്, ഈ ഖൽബ് സോഫ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ആരുപദേശിച്ചാലും അയാൾ സ്വീകരിക്കും എന്നുള്ളതാണ് കാരണം. അതാണ് സോഫ്റ്റ് ആവും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ആര് മൂപ്പരിക്ക് ഉപദേശം കൊടുത്താലും ശരി. അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അല്ലേ? ജസാക്കല്ലാഹു ഖൈർ, നിങ്ങൾ ആ തെറ്റ് എനിക്ക് തിരുത്തി തന്നതിന് അൽഹംദുലില്ലാഹ്. കണ്ടാ, അയാളെ മനസ്സ് നന്നാണെന്നുള്ളതിന്റെ ഉദാഹരണമാണ്.
നീ ആരെന്റെ ഉപദേശിക്കാൻ? നിന്റെ അനിയൻ പള്ളിയിൽ വരുത്തുണ്ടോ? ഇത് കിബറന്മാരുടെ അടയാളമാണ്. എന്നെ നോക്കാം നിങ്ങളാരാ എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. മിന്നൽ പിണർ പോലെ അയാൾ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകും. അയാൾക്ക് സിറാത്ത് പാലം 1000 വർഷങ്ങളുടെ സഞ്ചാരം ഒന്നും ഉണ്ടാവില്ല. അത് ചിലർക്ക് മാത്രമുള്ളതാണ്. അവ്വൽ വക്തില് നിസ്കരിക്കുന്ന മനുഷ്യർക്ക് അള്ള കൊടുക്കുന്ന സമ്മാനമാണ്. അയാൾ സിറാത്ത് പാലത്തിൽ കയറിയാൽ മിന്നൽ പിണർ വേഗത്തിൽ അയാൾ സഞ്ചരിക്കും. അടുത്തത് അയാളെ നരകത്തുനിന്ന് അള്ള രക്ഷപ്പെടുത്തും. A+ ഗ്രേഡുകാരുടെ കൂടെ സ്വർഗത്തിലെത്തും. അതിനന്നേ വേണ്ടുള്ളൂ. നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കണം. അത്തരക്കാർ മരണപ്പെടുന്ന സമയത്ത് തന്നെ അത് മനസ്സിലാവും. അത്തരക്കാർ മരണപ്പെടുന്ന സമയത്ത് മലക്ക് ബിഫോർ ടൈം വരും. സാധാരണ റൂഹ് പിടിക്കുന്ന മലക്ക് ബിഫോർ ടൈം വരുന്ന പരിപാടിയില്ല. ആ ടൈമിൽ കറക്റ്റ് വരും. ബിഫോർ ടൈം വരും. എന്നിട്ട് ബക്കറ്റ് വരുന്നുണ്ട്. വെള്ളം കോരാനല്ല, മഴ ഇഷ്ടംപോലുള്ളതുകൊണ്ട് വെള്ളം വേണ്ട. മഴ അള്ള തരുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സംഭാവന എല്ലാവരും കൊടുക്കണം. അൽ ജന്നത്തു ദാറുൽ അസ്ഖിയ എന്ന സ്വതക്ക ചെയ്യുന്നവരുടെ വീടാണ് സ്വർഗം എന്ന്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ. അവ്വൽ വക്തില് നിസ്കരിക്കുന്ന മനുഷ്യരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്ക് കുറച്ച് നേരത്തെ വരും. എന്നിട്ട് സ്വർഗത്തിലെ ചെടി കാണിച്ചു കൊടുക്കും. ആദ്യം സ്വർഗത്തിലെ പുഷ്പം കാണിച്ചു കൊടുക്കും. സ്വർഗത്തിന്റെ സുഖങ്ങൾ അങ്ങ് കാണിച്ചു കൊടുക്കും. ഇയാള് ചോദിക്കും, ഇത് ആരിക്കാതില്ലേ? നിനക്കുള്ള തന്നെ ഒന്ന് വേഗം പിടിച്ച് എന്റെ റൂഹൊന്ന് പിടിച്ചൊന്ന് സ്വർഗത്തിലെത്തിക്കൂ. അങ്ങോട്ട് പറയും ഇയാള്, എന്റെ റൂഹൊന്ന് പിടിക്കണേ. സുബ്ഹാനല്ലാഹ്. പറയണ്ടേ? നമുക്ക് പറയണം. അതിനെല്ലാ അടുക്കള പണിയും തീർന്നിട്ടല്ല നമ്മൾ നിസ്കരിക്കണം. ചിലരുടെ ഷോപ്പൊക്കെ ഷട്ടർ ഡോറ് പകുതി പൂട്ടിയിട്ട് പകുതി താഴ്ത്തിയിട്ട് 3:58 ഒരു ഓട്ടം കാണാം പള്ളിയിലേക്ക്. 4:01 അസറുവാങ്ക്. എന്നിട്ട് ആരെങ്കിലും മൂപ്പരോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ, നിന്റെ അസർ കള്ളായിലിടാം? ഇല്ല. 4:01 ബാങ്ക്, ഞാൻ 3:59 നിസ്കരിച്ചിന്. എന്റെ മോനെ, ഈ നിസ്കാരം ശരിക്കും കൂലി കിട്ടാനാണോ കടമ നിർവഹിക്കാനാണോ? ഒരാളുടെ നിസ്കാരം സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ 5 കണ്ടീഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നിസ്കരിക്കുന്ന ആൾക്ക് തോന്നണം എന്റെ നിസ്കാരം സ്വീകരിക്കണം. അത് വേറെ ആയിരിക്കുമല്ല, സ്വന്തത്തിന് തോന്നണം. അത് ചായക്ക് വെള്ളം വെച്ച് ഗ്യാസ് അടുപ്പിൽ 2 റക്അത്ത് നിസ്കരിച്ചു സുബി, എന്നിട്ട് ഉടനെ തന്നെ മുസല്ല ചുരുട്ടിയിട്ട് ഓടുകയാണെങ്കിൽ ഈ നിസ്കാരം സ്വീകരിക്കണോ വേണ്ടിയോ നമുക്ക് തന്നെ ഉണ്ടോ എന്ന് നമുക്കറിയാലോ. ആ നിസ്കാരക്കുപ്പായം ചുരുട്ടുന്ന കണ്ടാ മനസ്സിലാവും. ചിക്കൻ റോൾ ചുരുട്ടുന്ന മാതിരി ചുരുട്ടും പെണ്ണുങ്ങന്മാർ. അവരുടെ എല്ലാ ഡ്രസ്സും ഷെൽഫിൽ ഹാങ്കറിൽ അയൺ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. നിസ്കാരക്കുപ്പായം മാത്രം ചുരുട്ടിയിട്ട് ഇരിക്കുണ്ടാവും. ഈ അടുത്ത് ഒരു ഉമ്മ മരണപ്പെട്ടു. ആ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അല്ലാ എന്ന് ഉച്ചരിച്ച് സംസം വെള്ളം കുടിച്ചിട്ടാണ് വഫാത്താവുന്നത്. ആ പെണ്ണുങ്ങളെ കുറിച്ച് പ്രായമുള്ള ഉമ്മയാണ്.
അന്വേഷിച്ചപ്പോൾ മരണരോഗത്തിൽ കിടക്കുന്ന എല്ലാ ദിവസവും 10 ജുസു ഖുർആൻ ഓതും. നടക്കാനൊന്നും കഴിയില്ല, പക്ഷെ ഓത്തിനോ ഓർമ്മക്കോ കുറവില്ല. ആ ഉമ്മക്ക് 3 or 4 നിസ്കാരക്കുപ്പായുണ്ട്. ഒരു നിസ്കാരക്കുപ്പായ ഒരു ദിവസം ഇട്ടാൽ പിന്നെ അത് അലക്കിയിട്ട് മാത്രമേ ഇനി അത് ധരിക്കുള്ളൂ, വേറെ നിസ്കാരക്കുപ്പായം ഉണ്ടാവും. ഇത് നമ്മുടെ ഉമ്മമാരുടെ നിസ്കാരക്കുപ്പായം കരിമ്പം കുത്തി ഡിസൈൻ ചെയ്ത് ചിക്കൻ റോള് ചുരുട്ടി മുതൽ ചുരുട്ടിയിട്ടുണ്ടാവും. അതിൽ തന്നെ മനസ്സിലാവും നമുക്ക് ഈ നിസ്കാരത്തോട് ബഹുമാനമുണ്ടോ ഇല്ലയോ എന്ന്. ഖുർആൻ പറയുന്നത് ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കേണ്ടത്. പുരുഷന്മാര് വീട്ടിൽ നിസ്കരിക്കുമ്പോ ലുങ്കിയും ഉള്ളിലിടുന്ന ഒരു ബനിയനുണ്ട്. ദീർഘദൂര യാത്രക്കാരായ ലോറി ഡ്രൈവർമാരൊക്കെ ഇടുന്ന ഒരു ബനിയൻ. കാർഗിൽ യുദ്ധത്തിൽ വെടിയേറ്റ് 4 ദ്വാരങ്ങളൊക്കെ ഉണ്ടാവും അതിൽ. എന്നിട്ട് പെണ്ണുങ്ങന്മാരോട് താത്താമാരോട് പറയും, ഞാൻ ഡ്രസ്സ് പെട്ടെന്ന് ഇസിരിട്ട് എനിക്കൊരു വെഡിങ് പ്രോഗ്രാമിന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഒരു കല്യാണത്തിന് വേണ്ടെന്നാ മൂപ്പര് പറയണത്. ഒന്ന് വേഗിസിരിട്, അങ്ങ് തീർക്കട്ടെ. നിസ്കാരത്തെ നമ്മൾ ബഹുമാനിക്കാത്ത കാലത്തോളം നമ്മൾ ഇനി എന്ത് ചെയ്തിട്ടെന്താ വേണ്ടത്? നിസ്കാരത്തെ നന്നായി ബഹുമാനിക്കണം. കാലം ഓരോ ഘട്ടം കഴിയുമ്പോഴെല്ലാം അടിസ്ഥാന കാര്യങ്ങളിൽ വീഴ്ച വന്ന് ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയാണ്. അവര് വിചാരിക്കുന്നത് അന്നവും യുഹ്സിനൂന സുൻആ. അവര് വിചാരിക്കുന്നത് എന്താണെന്നറിയോ? ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണല്ലോ എന്ന് വിചാരിക്കും. ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മമാര് വിചാരിക്കണത് ഞാൻ മദീനയിലേക്കുള്ള പാത അല്ലെങ്കിൽ ഏതെങ്കിലും ഇൽമിന്റെ മജ്‌ലിസ് ഓൺലൈൻ കേൾക്കുകയല്ലേ ചെയ്യുന്നത്, അയാൾക്ക് ഫ്ലാസ്കിലുള്ള വെള്ളം ചൂടുവെള്ളം ടേബിൾ വന്ന് എടുത്തൂടെ, അങ്ങനെ വിചാരിക്കണത്. ആ ഉമ്മാക്കും വിചാരിക്കണത് ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമല്ലേ എന്നാണ്. നല്ല കാര്യങ്ങളൊക്കെ നല്ല തന്നെ, പക്ഷേ ഫർളിൽ നിർബന്ധ കാര്യത്തിൽ ഒരു കുറവും നമുക്ക് വന്നുകൂടാ. ഫർള് നിസ്കാരത്തിന്റെ വിഷയത്തിൽ വീഴ്ച വന്ന ഒരാളും ആഖിറത്തിൽ രക്ഷപ്പെടൂല. അതിൽ വീഴ്ച വന്നുകൂടാ. അല്ല തന്ന തല, അല്ല തന്ന മുട്ടിന്റെ കാലുകൾ, അല്ലാഹു തന്ന അവയവങ്ങൾ, അല്ലാഹു തന്ന കാൽമുട്ടുകൾ, നെറ്റിത്തടം അല്ല വിളിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കലാണല്ലോ അടിമയുടെ ഡ്യൂട്ടി. നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കാനുള്ളതല്ല. ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ ആലോചിക്കണം. നമുക്ക് എല്ലാ ഇബാദത്തുമുണ്ട്, പക്ഷേ അടിസ്ഥാന കാര്യത്തിൽ വീഴ്ച വന്നുകൂടാ.